ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കർണാടക അങ്കോളയിൽ നടന്ന അപകടത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാട്ടോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡാണ് എനിക്കിത് ഷെയർ ചെയ്ത് തന്നത്. ആളും ഈ വഴി തന്നെയാണ്, അപകടം നടക്കുന്ന തൊട്ട് മുന്നാണ് ഇതിലെ പാസ് ചെയ്ത് പോകുന്നത്. പിന്നീട് കേൾക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു രീതി മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് വലിയൊരു ഇഷ്യൂസൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം മണ്ണിടിച്ചിൽ വന്നതിന് ശേഷമുള്ള ദൃശ്യങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പോൾ ഒരുപാട് ഡ്രൈവർമാർ ഇതിലെ യാത്ര ചെയ്യുന്നവരും ഉണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു തൊട്ട് കടയുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് കുളിക്കാൻ വേണ്ടി പറ്റുന്ന സൗകര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ആളും ഹസ്ബൻഡും ഇങ്ങനെ കുളിക്കാൻ വേണ്ടി ഇറങ്ങാൻ തീരുമാനിച്ച ആ ടൈമിൽ ചെറിയൊരു മണ്ണിടിച്ചിലേ കണ്ടെങ്കിലും അപ്പം തന്നെ അവിടെ നിന്ന് പോവുക ചെയ്തത്. അപ്പോൾ പല വണ്ടികളും അവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പലരും കടയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ കാര്യം ഒന്നും പറയാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഒരുപാട് ജീവനുകൾ ഈ ഒരു മണ്ണിടിച്ചിൽ മൂലം മരണപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആയപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. നമുക്ക് നമ്മുടെ മലയാളിയായ അർജുൻ എന്ന് പറയുന്ന ആ ഒരു ഡ്രൈവറിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാനേ പറ്റൂ. കാരണം ആളുടെ ജീവൻ പോകാതെ നമ്മുടെ കൈകളിൽ സുരക്ഷിതമായി കിട്ടണേ എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു ആവശ്യമെന്ന് പറയുന്നത്. അപ്പം ഇതാണ് ആ ഒരു ലാസ്റ്റ് ഫൈനൽ മണ്ണിടിച്ചിലെല്ലാം വന്നതിന് ശേഷമുള്ള മഴയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സത്യമാണ് ഇപ്പം അവിടെ നമുക്ക് റോഡ് അങ്ങോട്ട് പല ആൾക്കാരും അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ വേണ്ടി പറയുകയാണ്, ഇപ്പം അങ്ങോട്ട് ആരെയും പാസ് ചെയ്ത് വിടുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ, തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, വേറെ ഏതെങ്കിലും വഴി നമ്മുടെ നാട്ടിലേക്ക് വരാനൊക്കെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും അവിടെ ഇങ്ങനെ പെട്ടുകിടക്കുകയാണ്, നാട്ടിലേക്ക് വരാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ ഡ്രൈവർമാർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇത് പ്രയോജനമായിക്കോട്ടെ എന്ന് കരുതി കേട്ടോ ഞാൻ ഈ ഒരു ടൈമിൽ പോലും ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം സത്യം പറയണേ, നമ്മളാരും വിചാരിക്കാത്ത പോലെയാണ്. കാരണം അവർക്കൊക്കെ ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മൾ മലയാളികളല്ലേ പോലും അവർ ഒരു നേരത്തെ ഫുഡ് കഴിക്കാനായാൽ പോലും അവിടെ അടുത്തുള്ളൊരു കടയിൽ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കടയിലെ ആൾക്കാരൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു എന്നാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയിട്ടോ. കാരണം ഇന്ന് കണ്ടവരെ നാളെ കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് മെയിൻ റോഡാണ് ഇങ്ങനെ കിടക്കുന്നതൊക്കെ. അപ്പോൾ മെയിൻ റോഡിലൊക്കെ മണ്ണിടിച്ചിട്ട് വന്ന് മണ്ണെല്ലാം കൂന പോലെ കിടക്കുക കേട്ടോ. അപ്പം മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ മലയാളിയായ ഡ്രൈവറിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ ആളെ തിരിച്ച് കരകയറ്റാൻ എല്ലാ മാർഗങ്ങളും സത്യം പറയണേ എല്ലാം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയാൻ പറ്റുന്നതൊക്കെ. പക്ഷെ എന്നാലും കുറച്ചുകൂടെ വേഗത്തിൽ തന്നെ ഈ ആളെ രക്ഷിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കട്ടെ എന്ന് അങ്ങനെ തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നെഞ്ച് തകർന്നു പോവുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ